മാർബിൾ പോലെ തോന്നിക്കുന്ന മനോഹരമായൊരു ബോട്ടിൽ ആർട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്ലാസ്റ്റിക് കവർ വേണം, അതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിൽ, സ്പ്രേ ബ്ലാക്ക് പെയിൻറ്റ്, അക്രിലിക് പെയിൻറ്റ് ഓറഞ്ച്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഗ്ലാസ് ബോട്ടിൽ എടുക്കണം. നല്ല വൃത്തിയാക്കിയിട്ടുള്ള എടുത്തിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലാണിത്. ഇതിൽ നമുക്ക് ഈ ബ്ലാക്ക് സ്പ്രേ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് അടിച്ച് ഉണക്കി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇതിന് അക്രിലിക് പെയിൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷേ ഇത്ര ഗ്ലൈസിങ് കിട്ടില്ല. സ്പ്രേ പെയിൻറ്റ് ആകുമ്പോൾ നല്ല ഫിനിഷിങ് തോന്നും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ പ്ലാസ്റ്റിക് കവർ ഇതുപോലെ നന്നായിട്ട് ചുരുട്ടിയെടുക്കാം. അപ്പോൾ നല്ല ചുളിവ് വരുത്തിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി ഇത് നിവർത്തിയ ശേഷം നമുക്ക് ഒന്നുകൂടെ നല്ല വൃത്തിയായിട്ട് ചുരുട്ടിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓറഞ്ച് കളറുള്ള അക്രിലിക് പെയിൻറ്റ് ഇതിൻ്റെ മേലെ ചെയ്തു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ബ്രഷ് ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേൽവശത്ത് ഈ ചുളിവിലൂടെയൊക്കെ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഇത് ഈ ബോട്ടിലിൻ്റെ മേലെ നമുക്ക് ചെയ്യണം. അപ്പോൾ നല്ല അമർത്തിയൊന്നും ചെയ്യരുത്, പതുക്കെ ചെയ്താൽ മതി. കുറച്ച് കുത്തുകുത്തൊക്കെ പോലെ, എന്നുവെച്ചാൽ നമുക്ക് മാർബിൾ ആണെന്ന് തോന്നുന്ന വിധത്തിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കണം. അപ്പോൾ പെയിൻറ്റ് മതിയായില്ല തോന്നുകയാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വീണ്ടും ഇതേപോലെ ചെയ്തെടുക്കണം. അധികം അമർത്തണ്ട, അപ്പോൾ വല്ലാതെ പരന്ന് വരും. അതിന് പകരം നമുക്ക് കുറച്ച് ചെറിയ ചെറിയ മാർബിൾ ഇങ്ങനെ ഒരു ഷെയ്ഡ് വരുന്ന വിധത്തിൽ മാത്രം ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഇതേപോലെ വാർണിഷ് ചെയ്തെടുക്കാം. സ്പ്രേ വാർണിഷാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഇതേപോലെ നല്ല വൃത്തിയായിട്ട് നല്ല ഗ്ലൈസിങ് ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു വയർ വേണം. ചരടോ എന്തെങ്കിലും ആയാലും മതി. ഇത് ഞാൻ ഒരു പഴയ ചാർജറിൻ്റെ വയർ കട്ട് ചെയ്തെടുത്താണ്. ഇത് നമുക്ക് ഈ മേൽവശത്ത് ചുറ്റി കൊടുക്കാം. അപ്പം ഞാൻ ഇതേപോലെ ചുറ്റിയെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ചെറുതായിട്ട് ഒട്ടിച്ചെടുക്കണം, അതിന് ശേഷം നമുക്ക് ചുറ്റിയെടുക്കാം. അപ്പോൾ ഇതേപോലെ കംപ്ലീറ്റ് ചുറ്റി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ വീണ്ടും ഓറഞ്ച് കളറിൽ അക്രിലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ബ്രഷ് വെച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായി മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതേപോലെയുള്ള നല്ല ക്രാഫ്റ്റുമായിട്ട് നമുക്ക് ഇനിയും വീണ്ടും കാണാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.